ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ അശ്വിൻ്റെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും വരാൻ പോകുന്ന റൊമാൻറ്റിക് ഭാഗങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പറയാൻ തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ ഒരുപാട് അപ്കമിങ് ആയിട്ടുള്ള ഭാഗങ്ങൾ പറയാൻ പാടില്ല എന്ന് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് നല്ലത്. നമുക്ക് മാക്സിമം ഒരു 1 വീക്കിൽ വരെ കാര്യങ്ങൾ പറയാം, അതിനപ്പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് ഒരു ഇത് വന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അപ്കമിങ് ഒരുപാട് നാൾ മുമ്പത്തെ കാര്യങ്ങൾ പറയണ്ടെന്ന് വിചാരിച്ചപ്പോഴാണ്. ഇനിയിപ്പോൾ ഈ ആഴ്ച നടക്കുന്ന സംഭവങ്ങളിലെ റൊമാൻറ്റിക് സീനാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ അശ്വിൻ്റെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും കാര്യമാണ് പറയാൻ പോണത്. അങ്ങനെ ശ്രുതി ഒരു അനാഥയാണെന്നുള്ള സത്യം നമ്മുടെ അശ്വിൻ മനസ്സിലാക്കുകയാണ്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ തൊട്ട് അശ്വിനെ ശ്രുതിയുടെ വല്ലാത്തൊരു പ്രണയം കാര്യങ്ങളൊക്കെ തോന്നും കേട്ടോ. ശ്രുതിക്കും അങ്ങനെ തന്നെയാണ് അശ്വിനോട്, അല്ലെങ്കിൽ തന്നെ ചെറിയൊരു ക്രഷ് ഉണ്ട്. പക്ഷേ ലാവണ്യനെ വിചാരിച്ചിട്ട് മാത്രമാണ് ശ്രുതിയും അത് ഒരു പുറമെ ഒന്നും കാണിക്കാത്തത്. അപ്പം അങ്ങനെ ശ്രുതി ഒരു അനാഥയാണെന്ന് അറിയുമ്പോഴേക്കും ശ്രുതിയുടെ പറഞ്ഞു പോയതിനൊക്കെ സോറി ഒക്കെ പറയണം, അവളെ സമാധാനിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ പുറകെ പോകുന്നുണ്ടെങ്കിലും ശ്രുതിനെ അവിടെയൊന്നും കാണുന്നില്ല. ശ്രുതി അപ്പോഴേക്കും വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയത് അവർ വിളിച്ചിട്ടൊന്നുമല്ല, ശ്രുതി പോയപ്പോഴാണ് അറിയണത് തൻ്റെ അച്ഛന് പ്രശ്നമായിട്ട്, അതായത് ഹൃദയത്തിന് ചെറിയൊരു വേദനയായിട്ട് ഡോക്ടർ വന്നിരുന്നു. ശ്യാം കറക്റ്റ് സമയത്ത് വന്നത് കൊണ്ടിട്ടാണ് അച്ഛൻ രക്ഷപ്പെട്ടതെന്നൊക്കെ അമ്മായി ഇടയ്ക്കിടയ്ക്ക് പറയും. പക്ഷെ അതൊന്നും തന്നെ നമ്മുടെ അശോകേട്ടന് ഇഷ്ടപ്പെടുന്നില്ല. അതായത് ശ്രുതിയുടെ അച്ഛൻ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതിയുടെ അച്ഛൻ എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ അഞ്ജലിയുടെ നമ്പർ ശ്യാമിൻ്റെ ഫോണിൽ നിന്ന് എടുക്കണം, എന്നിട്ട് അഞ്ജലിയും ശ്യാമും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കണം, ശ്യാമിൻ്റെ ശരിക്കുള്ള സ്ഥലം എവിടെയെന്ന് മനസ്സിലാക്കണം. ഇത് മാത്രമാണ് ശ്രുതിയുടെ അച്ഛൻ ഇനി ശ്രമിക്കണം കേട്ടോ. അപ്പം അതിനു വേണ്ടി നമ്പറൊക്കെ നോട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ഒരു 4 ഡിജിറ്റ് മാത്രമേ അഞ്ജലിയുടെ കിട്ടുള്ളൂ, ബാക്കി 1 ഡിജിറ്റും കിട്ടണില്ല. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല, ഇനി നമ്മുടെ അമ്മായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാൻ കേട്ടോ, അയ്യോ ശ്യാമോ വന്നുകൊണ്ടാണ് ചേട്ടൻ രക്ഷപ്പെട്ടത്, ശ്യാമോ ഇല്ലായിരുന്നെങ്കിൽ ചേട്ടൻ എന്തായൊരു അവസ്ഥ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും കേട്ടോ. അതൊന്നും തന്നെ ഒട്ടും നമ്മുടെ ശ്രുതിയുടെ അച്ഛന് ഇഷ്ടമല്ല. അപ്പോൾ ആ ശ്യാമിനെ മനസ്സിലായി ശ്രുതിയുടെ അച്ഛന് അത്ര വലിയ തന്നെ ബോധിച്ചിട്ടില്ല എന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ശ്യാം ശ്രുതിയുടെ അച്ഛനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊമോയിൽ കാണിച്ചില്ല ഒരു പെണ്ണ് കാണാൻ സീനൊക്കെ, അത് ജസ്റ്റ് വെറുതെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്യാമിൻ്റെ വല്ല സ്വപ്നമായിരിക്കും. എന്തായാലും അങ്ങനത്തെ ഒരു ഭാഗങ്ങളൊന്നും ഹിന്ദിയിലില്ല കേട്ടോ. ഹിന്ദിയിലെ എപ്പിസോഡ് ശരിക്കും പറയാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുകൊണ്ട് ആ ഭാഗം ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.